MLA സ്ഥാനം രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മേൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സമ്മർദ്ദം ശക്തം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം ഒരു വിഭാഗം നേതാക്കൾ രാഹുൽ രാജിവെക്കണമെന്ന നിലപാടിലാണ്. എന്നാൽ ആരോപണം ഉയർന്നപ്പോൾ തന്നെ രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി ഒഴിഞ്ഞുവെന്നും MLA സ്ഥാനം രാജിവെക്കുന്നത് തിടുക്കത്തിൽ വേണ്ടെന്ന അഭിപ്രായമുള്ളവരും കോൺഗ്രസിലുണ്ട്. മിഥുൻ MG ആണ് നമുക്കിപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. മിഥുൻ, ഗുഡ് മോർണിംഗ്. ഈ രാഹുൽ വിഷയം എത്രത്തോളം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്, ക്ഷീണത്തിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ രാഹുൽ രാജിവെക്കണമെന്നുള്ള സമ്മർദ്ദം ശക്തമാകുമ്പോഴും ഒരു വിഭാഗം ആ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. എന്തുകൊണ്ട്, ആരൊക്കെയാണ് രാഹുൽ രാജിവെക്കേണ്ട തിടുക്കത്തിൽ എന്ന ഒരു തീരുമാനത്തിൽ ഉള്ളത്? അതെ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇക്കാര്യത്തിലൊരു പരസ്യ പ്രതികരണത്തിലേക്ക് നേതാക്കൾ കടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ രാജിവെക്കണമെന്ന് ഉറച്ച നിലപാട് സ്വീകരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവരാണ്. VD സതീശന് പുറമെ VD സതീശനെ അനുകൂലിക്കുന്നവരുമൊക്കെ ഈ രാജി തീരുമാനത്തിലേക്ക് എത്തണം, ഉടനടി തന്നെ രാജിവെക്കണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് ഈ സമീപകാലത്ത് അത്തരത്തിലൊരു യുവ നേതാവിനെതിരെ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നു വന്ന സാഹചര്യമാണ്. ആ രീതിയിൽ വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരുപക്ഷെ രാജിവെച്ചാൽ അത് UDF-നും ഒപ്പം തന്നെ കോൺഗ്രസിനും ലഭിക്കാൻ പോകുന്ന പിന്തുണ അത് വലുതായിരിക്കുമെന്നുള്ളൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഈ VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നത്. കാരണം അതിൽ പ്രധാനമായും ചർച്ചയാകുന്ന ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ വ്യാപകമായി ഇതിനു മുമ്പ് പല ആരോപണങ്ങളും ഉയർന്നിരുന്നു. പക്ഷേ MLA-മാർ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ ആരോപണം ഉയർന്നിട്ടും ആ രീതിയിലൊരു കടുത്ത നടപടിയിലേക്കോ അല്ലെങ്കിൽ MLA സ്ഥാനം വെക്കണമെന്നുള്ളൊരു നിലപാടിലേക്കോ CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ പോയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഒരു വേറിട്ട നിലപാട് സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു കാര്യം പറയിപ്പിക്കും എന്നുള്ളൊരു രീതിയിലുള്ളൊരു പരാമർശം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വാക്കുകൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നുള്ളൊരു കാര്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, ഇതിനെ എതിർക്കുന്നവർ, അതായത് ഒരു കാരണവശാലും രാഹുൽ രാജിവെക്കേണ്ടതില്ല എന്ന മറുഭാഗത്തിൻ്റെ എതിർപ്പ് അത് ഭയം മൂലമാണ് എന്നുള്ള രീതിയിലുള്ള ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഒരു പക്ഷേ ഉടനെ രാജിവെച്ചാൽ പെട്ടെന്നൊരു ബൈ ഇലക്ഷൻ നടക്കാനുള്ള സാഹചര്യത്തിലേക്ക് BJP കാര്യങ്ങൾ എത്തിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബൈ ഇലക്ഷൻ വന്നാൽ മണ്ഡലം കൈവിട്ടു പോകുന്ന തരത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ രാജി എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കരുത്, രാജിവെക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനമാണ് മറുവിഭാഗം ഉന്നയിക്കുന്നത് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ VD സതീശനെ അനുകൂലിക്കുന്നവർക്ക് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വേറിട്ട നിലപാട് സ്വീകരിച്ചാൽ അത് പാർട്ടിക്ക് തന്നെയാണ് ഗുണം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു വെക്കുകയും ചെയ്തത്. എന്തായാലും UDF-ൽ ഇക്കാര്യത്തിലൊരു രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടതില്ല എന്നുള്ളൊരു പൊതു അഭിപ്രായത്തിലേക്ക് എത്തിയത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെയാണ്. ഷിബു ബേബി ജോൺ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളെ കണ്ടപ്പോഴും അതേ സമാനമായ രീതിയിലുള്ള പ്രതികരണമാണ് നടത്തിയത്. പക്ഷേ മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാടോ അല്ലെങ്കിൽ ഒരു വിശദീകരണമോ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വളരെ വെല്ലുവിളി ഉയർത്തിയതും ഒപ്പം തന്നെ പാർട്ടിയെ കടുത്ത പ്രതിരോധത്തിലേക്ക് തള്ളിവിട്ടതുമായിട്ടുള്ള ഒരു നടപടിയാണ്. അതുകൊണ്ട് തന്നെ മുഖരക്ഷിക്കൽ നടപടി എന്ന രീതിയിൽ ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ അത് കനത്ത തിരിച്ചടിയിലേക്ക് പോകും, പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ഭിന്നതയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുമെന്നുള്ള ഒരു വിലയിരുത്തൽ ഒരു വിഭാഗത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ സസൂക്ഷ്മം നിരീക്ഷിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിച്ചാൽ മതി എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ACC നേതൃത്വം ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട ദീപാദാസ് മുൻഷി ഈ ആരോപണ വിധേയൻ മാത്രമാണ്, ആരോപണങ്ങൾ മാത്രമാണുള്ളത്, ഒരു തരത്തിലുമുള്ള പരാതി തനിക്കോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിനോ ലഭ്യമായിട്ടില്ല. എങ്കിൽ പോലും തന്നെ ധാർമ്മികതയുടെ പേരിൽ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടപ്പോൾ തന്നെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് ഈ രാഹുൽ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടായിരുന്നു, രാജിവെച്ച് പുറത്തു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യമല്ലായിരുന്നു, സ്വമേധയാ രാഹുൽ അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു ചെയ്തത് എന്നുള്ളതാണ് ദീപാദാസ് മുൻഷി പറഞ്ഞത്. എങ്കിൽ തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മറ്റൊരു അഭിപ്രായം കൂടി പറയുന്നുണ്ടായിരുന്നു. അതായത് രാഹുലിനെ തള്ളാതെയും കൊള്ളാതെയും രീതിയിലുള്ള ഒരു പരാമർശമായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അതായത് പാർട്ടി നടപടി തന്നെയാണ് ഇത്തരത്തിൽ രാജിവെപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. മറ്റ് നടപടികൾ, ഈ MLA സ്ഥാനം രാജിവെക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ കാത്തിരുന്ന് കാണാം എന്ന രീതിയിലുള്ള ചില വാക്കുകൾ കൂടി പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം എക്കാലത്തും രാഹുലിനെ പിന്തുണച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. കഴിഞ്ഞ ദിവസവും ആ ഒരു സംരക്ഷണം ഒരുക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. ഒരു ഘട്ടത്തിൽ പോലും മാധ്യമങ്ങളുടെ
ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടുകയോ അല്ലെങ്കിൽ അതിന് മറുപടി ഇല്ലാതെയോ ഇരിക്കുന്ന ഒരാളില്ലായിരുന്നു ഷാഫി പറമ്പിൽ എന്നുള്ളതായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം വിഭിന്നമായ രീതിയിൽ ഷാഫിയുടെ പ്രതികരണങ്ങൾ നമ്മൾ കാണുകയും ചെയ്തു. മാധ്യമപ്രവർത്തകർ ചോദിച്ച ഒരു ചോദ്യത്തിനും അല്ലെങ്കിൽ ഈ വാദവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യത്തിനും കൃത്യമായി മറുപടി പറയാൻ KPCC വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഷാഫി പറമ്പിലിന് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഷാഫി മാറുമ്പോൾ പിൻഗാമിയായി കൈപിടിച്ചു കൊണ്ടുവന്ന വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനുശേഷം പിന്നീട് താൻ 3 വർഷം വിജയിച്ചു കയറി, അതായത് കടുത്ത രീതിയിൽ BJPയുടെ വലിയ ഒരു വെല്ലുവിളി ഉയർത്തിയ 2021 പോലും തന്നെ ചെറിയ ഭൂരിപക്ഷത്തിലാണെങ്കിൽ പോലും ഷാഫിയെ കൈവിടാത്ത പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് വടകരയിലേക്ക് പോകുമ്പോൾ പോലും തൻ്റെ പിൻഗാമിയായി പാലക്കാട്ടേക്ക് പേര് നിർദ്ദേശിച്ചത് രാഹുലിൻ്റെ പേര് തന്നെയായിരുന്നു. അങ്ങനെ എക്കാലത്തും ഒരു മെൻഡറായി തന്നെ കൂടെ നിന്നിരുന്ന ഷാഫി ഇപ്പോൾ ഒരു സംരക്ഷണ കവചമൊരുക്കുന്നത് ഒഴിച്ചാൽ മറ്റു ആരുടെയും ഒരു പരസ്യമായ ഒരു പിന്തുണ രാഹുലിന് ലഭ്യമാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ ഇക്കാര്യത്തിൽ ഒരു ആരോപണം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ കൃത്യമായ പരാതികൾ വരട്ടെ, അതിനുശേഷം നടപടി സ്വീകരിക്കാം. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങൾക്ക് ഒക്കെ ഈ രാജിയിലൂടെ അതിന് മറുപടി നൽകിയിട്ടുണ്ട്. അതിൽ കൃത്യമായ നിലപാട് പാർട്ടി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. അതേസമയം ഈ ഒരു വിവാദം ഒരു സൈഡിൽ നിൽക്കുമ്പോൾ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ആര് എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ ചൂടുപിടിക്കുന്നത്. അത് യൂത്ത് കോൺഗ്രസിൽ വലിയ തർക്കത്തിലേക്കും ഒക്കെ പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നിലവിലെ ഉപാധ്യക്ഷൻ അബിൻ വർക്കിയുടെ പേര് ഉയർത്തി ഒരു വിഭാഗം രംഗത്തുണ്ട്. VD സതീശൻ ഉൾപ്പെടെയുള്ളവർ അബിൻ വർക്കിക്ക് പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ചില ഭീഷണി സ്വരങ്ങൾ ഇത്തരത്തിൽ അബിൻ വർക്കിയുടെ ഭാഗത്തു നിന്ന് വന്നതായിട്ടുള്ള വാർത്തകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ട്. ഒരുപക്ഷേ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല എങ്കിൽ രാജിവെച്ച് പുറത്തു പോകുമെന്നുള്ള അടക്കമുള്ള അത്തരത്തിലുള്ള ഒരു ഭീഷണി സ്വരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന്, ഈ ഘട്ടത്തിൽ അതായത് KPCC അധ്യക്ഷൻ, നമുക്കറിയാം കോൺഗ്രസിന്റെ ചുമതലകൾ അത് വീതിച്ചു നൽകുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നേതൃസ്ഥാനങ്ങളിലേക്ക് ആളുകൾ വരുമ്പോൾ ഈ മതസാമുദായിക കാര്യങ്ങളൊക്കെ കൂടി പരിഗണിച്ചുകൊണ്ടാണ്, അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ തലത്തിൽ സംഘടനാ ചുമതലകളൊക്കെ നൽകാറുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നാണ് KPCC അധ്യക്ഷനും ഒപ്പം തന്നെ KSU അധ്യക്ഷ സ്ഥാനത്തുമുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാൾ കൂടി ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് വരേണ്ടതില്ല എന്നുള്ള ഒരു പ്രബല വിഭാഗം ആവശ്യപ്പെടുന്നത്. അത്തരത്തിൽ 3 പ്രധാനപ്പെട്ട ചുമതലകളും ക്രിസ്ത്യൻ സമുദായത്തിന് നൽകേണ്ടതില്ല എന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അതിനിടെ KM അഭിജിത്ത്, മുൻ KSU അധ്യക്ഷനാണ്. KM അഭിജിത്തിന് വേണ്ടി A ഗ്രൂപ്പ് ശക്തമായി രംഗത്തുണ്ട്. ഒപ്പം തന്നെ ബിനു ചുള്ളിയൽ കഴിഞ്ഞ തവണ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ മാറി നിൽക്കാൻ KC വേണുഗോപാൽ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാതിരുന്ന വ്യക്തിയാണ്. അങ്ങനെ ബിനു ചുള്ളിയലിന്റെ പേരിനും ഈ ഒരു ഘട്ടത്തിൽ മുൻഗണന നൽകുന്നുണ്ട്. അങ്ങനെയുള്ള പേരുകൾ ചർച്ച വരുന്നുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വാർത്തകളായിരുന്നു ഒരു വനിതാ മുഖത്തെ കൊണ്ടുവന്ന ഈ നിലവിലെ സാഹചര്യത്തിൽ മുഖം വീക്ഷിക്കൽ നടപടി എന്ന രീതിയിൽ അത്തരത്തിലൊരു നീക്കവും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതായത് അരിതാ ബാബുവിന്റെയും ഒപ്പം തന്നെ ഡോക്ടർ സോയ ജോസഫിന്റെയും പേരുകളായിരുന്നു ഇക്കാര്യത്തിൽ ഉയർന്നു കേട്ടത്. അതിൽ ഏറ്റവും കൂടുതൽ പരിഗണിച്ചത് അരിതാ ബാബുവിന്റെ പേര് തന്നെയായിരുന്നു. എന്തായാലും നിലവിൽ ഈ 3-4 പേരുകളിലേക്ക് ഈ അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. തർക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ മിഥുൻ, ഇനി പാർട്ടി നേതാക്കളൊക്കെ കരുതലോടെ പ്രതികരിച്ചാൽ മതി, പൊതുമധ്യത്തിൽ അത്തരത്തിൽ ഒരു ചർച്ചയിലേക്ക് എത്തേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ടോ? അല്ല, സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരു നടപടി തന്നെയാണ് സ്വീകരിക്കുന്നത്. കാരണം പിന്നീട് നടത്തിയ നേതാക്കളുടെയൊക്കെ പ്രതികരണത്തിൽ ചില മയമുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ VK ശ്രീകണ്ഠന്റെ ഭാഗത്തു നിന്നൊക്കെ ചില സ്ത്രീവിരുദ്ധ പരാമർശങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകരുത് എന്നുള്ള കർശന നിർദ്ദേശം AICC നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് ഇന്നലെ ദീപാദാസ് മുൻഷി നേതൃത്വത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത്. അതായത് ഒരു തരത്തിലും പരാതി ലഭിച്ചിട്ടില്ല, നിയമപരമായിട്ട് ഒരു തരത്തിലും അല്ലെങ്കിൽ നിയമവിരുദ്ധമായി രാഹുൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാർട്ടിക്കോ അല്ലെങ്കിൽ തനിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കൾക്കോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും ഇതുവരെയും ലഭിച്ചിട്ടില്ല, അത് രേഖാമൂലം സമർപ്പിച്ചിട്ടില്ല എന്ന രീതിയിലുള്ളൊരു പ്രതികരണമാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ AICC നേതൃത്വം ഇങ്ങനെ രാജി വേണ്ടതില്ല എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു തീരുമാനമാണ് നേതൃത്വം എന്ന രീതിയിൽ ഉള്ള പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു. പിന്നീട് പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ ഷാഫി പറമ്പിലും മാത്രമാണ് മാധ്യമങ്ങളെ കാണുകയും ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട്
എന്നൊക്കെ വ്യക്തമാവുകയും ചെയ്തത്. നിലവിലെ സാഹചര്യത്തിൽ ഈ അധ്യക്ഷ പദവിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഒരു വർഷത്ത് നിൽക്കുന്നു. ഒപ്പം തന്നെ രാഹുലിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ അത് കൂടുതൽ കടുത്തു വരുന്നു. ഇനി ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും യുവതികളുടെ ഭാഗത്തു നിന്ന് പരാതികൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് എങ്ങനെ പ്രതിരോധിക്കണം? ഒപ്പം തന്നെ അടുത്ത മാസം വീണ്ടും നിയമസഭാ സമ്മേളനം ചേരാനിരിക്കുകയാണ്. അതിനു മുന്നോടിയായി രാഹുലിനെതിരായിട്ടുള്ള ഈ ആരോപണത്തിൽ കൃത്യമായ രീതിയിൽ ഒരു മറുപടി നൽകാൻ കോൺഗ്രസിന് സാധിക്കണം. ഒപ്പം തന്നെ അല്ലെങ്കിൽ രാജിവെച്ചുകൊണ്ട് അക്കാര്യത്തിൽ ഒരു മറുപടി നൽകണം. അതല്ല എങ്കിൽ ഇപ്പോൾ സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള കഴിഞ്ഞ സമീപകാലത്തൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള പല വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെല്ലാം തന്നെ ഇതിലൂടെ അത് താഴ്ന്നു പോകും. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അങ്ങനെ ഒരു ആയുധമായി ഭരണപക്ഷത്തിന് ഇത് കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നവരും കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ചൂടേറിയ ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യം. യെസ്, MG മിഥുനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് പ്രതിഷേധം ശക്തമാണ്. BJP പ്രവർത്തകരാണ് പാലക്കാട് നഗരത്തിൽ പ്രതിഷേധം നടത്തിയത്. പ്രതീകാത്മകമായി രാഹുലിനെ BJP വനിതാ പ്രവർത്തകർ ചങ്ങലക്കിട്ട് വലിച്ചു. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം നടന്നത്. എന്തായാലും ഉടൻ പാലക്കാട്ടേക്കില്ല എന്നുള്ള നിലപാടിലാണ് രാഹുൽ ഉള്ളത്. ഇപ്പോൾ അടൂരെ വീട്ടിൽ തന്നെ തുടരുകയാണ്.